ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട് വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് അത്യാവശ്യം ഒരു ബോക്സിലേക്ക് വരുന്ന സർക്യൂട്ട് കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്നാണ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അത് ഏതൊക്കെ വയറുകളാണ് വലിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടത്. എത്ര സ്ക്വയറിൻ്റെ വയർ വലിക്കണം എന്നൊക്കെയാണ്. ഇതിപ്പോൾ നമ്മളൊരു സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എർത്ത് വന്നിരിക്കുന്നത് 1.5. പിന്നെ നീല കൊടുത്തിരിക്കുന്നത് നമ്മൾ മാസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ വയർ 1.5 സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് മഞ്ഞ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ സെക്ഷനാണ്. ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ 1.5 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ട് മാർക്കിംഗ് ഉണ്ടാവും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ ഇതിനെല്ലാം കൂടി നമ്മൾ 1.5 ആണ് കൊടുക്കുന്നത്. 1.5 സർക്യൂട്ടായിട്ട് കൊടുക്കുന്നത് 1.5 ആണ് കൊടുക്കുന്നത്. പിന്നെ ഫേസ് ന്യൂട്രും കൊടുക്കുന്നത് റെഡും ബ്ലാക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, അത് 2.5 വയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5ൻ്റെ ഉണ്ടോ, നിങ്ങൾക്ക് അതിലൊക്കെ മാർക്കിങ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ കണ്ട 2.5 സ്ക്വയർ എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഇത് വി ഗാർഡ് ഇൻഡസ്ട്രീസിൻ്റെ വയറാണ്. വി ഗാർഡിൻ്റെ വയറാണ് നമ്മൾ വലിച്ചിരിക്കുന്നത്. അതായത് മാസ്റ്ററും ഫേസും ന്യൂട്രും 2.5ൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം 1.5 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എർത്തും 1.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് മതി ശരിക്കും. അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല നോർമൽ ലെവലിലെല്ലാം തന്നെ റൂമുകളിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും ഒരു സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. പിന്നെ വരുന്നത് ലീഡുകളാണ്. ലീഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലീഡ് എന്ന് ഉദ്ദേശിച്ചത് ലൈറ്റിൻ്റെയൊക്കെ പോയിന്റുകളാണ്. ലൈറ്റ് അങ്ങനെ എല്ലാം കൊടുക്കുന്നത് അത് കണ്ടോ 1 സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്. 1 സ്ക്വയറുകളെല്ലാം ലൈറ്റ് ലീഡുകളും നമ്മൾ എവിടേക്കാണോ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യേണ്ട പോയിന്റുകളെല്ലാം അതെല്ലാം 1 സ്ക്വയറുകളാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾ തരം തിരിച്ച് വയറിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആർക്ക് ചെന്നിട്ട് വേണമെങ്കിലും നമുക്കൊരു റൂം ഇതഴിച്ച്, അതായത് നമുക്ക് സിമ്പിളായിട്ട് സ്വിച്ച് പിടിപ്പിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് 1 സ്ക്വയറുകളെല്ലാം നമ്മൾ ലീഡ് കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് കൊടുക്കുക. 1.5, 2.5 പിന്നെ 6, 4 ഇതെല്ലാം സർക്യൂട്ടുകളായിട്ടും കണക്ക് എല്ലാം തന്നെ അതേപോലെ കറക്റ്റ് ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വയറ് സ്വിച്ച് ബോർഡുകൾ പിടിപ്പിക്കാൻ സാധിക്കും. കണ്ടോ, ഇത് ഈ ബോർഡിൽ വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5ൻ്റെ ഇൻവെർട്ടർ സെക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി വരുന്നത് 2.5ൻ്റെ ന്യൂട്രൽ സെക്ഷനാണ് വരുന്നത്. ബാക്കി വരുന്ന ലൈറ്റുകളുടെയൊക്കെ ന്യൂട്രലുകൾ നമ്മൾ ഒരു ബോക്സിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അതല്ല, നമ്മൾ ഏറ്റവും നല്ലത് ബോക്സുകളിൽ, അതായത് ഈ ബോക്സുകളിൽ തന്നെ ലിങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. കണ്ടോ, നമ്മൾ വലിച്ചിരിക്കുന്നത് ഒരു ലൈറ്റിൻ്റെ പോയിന്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. ലൈറ്റിൻ്റെ പോയിന്റ് കണ്ടോ 1 സ്ക്വയറാണ് വലിച്ചിരിക്കുന്നത്. മഞ്ഞ കണ്ടോ, ഈ ലൈറ്റ് പോയിൻ്റാണ് അതിൻ്റെ മഞ്ഞ ലീഡും ബ്ലാക്ക് ന്യൂട്രുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ന്യൂട്രുകളെല്ലാം ഒന്നിച്ച് ലിങ്ക് ചെയ്യും. പിന്നെ വരുന്നത് 1 സ്ക്വയർ കണ്ട ഈ സ്വിച്ചിലേക്ക് കൊടുക്കേണ്ടതാണ്. അത് 1 സ്ക്വയറിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വയർ വലിക്കുന്ന അതായത് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് പിടിപ്പിക്കാൻ വളരെ സിമ്പിളായിരിക്കും. അതായത് 1 സ്ക്വയറുകൾ കംപ്ലീറ്റ് എല്ലാ ലൈറ്റ് ലീഡുകൾ, ഫാൻ ലീഡുകൾ എല്ലാം ആയിരിക്കണം. മറ്റേ 1.5ഉം 2.5ഉം അതുപോലെ തന്നെ 4ൻ്റെ വയറുകളൊക്കെ വരുന്നത് സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സ്വിച്ച് പിടിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു റൂമിലേക്കോ എവിടേക്കെങ്കിലും നമ്മൾ വരിക്കുന്ന സർക്യൂട്ട് എന്ന് വെച്ചാൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ ഇത്ര 5 വയറുകളാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് വരുന്നത്. പിന്നെ റൂമിലേക്ക് വലിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു AC-യുടെ ഒരു എക്സ്ട്രാ സർക്യൂട്ട് കൂടി വരുന്നുണ്ട്. AC-യുടെ എന്ന് ഉദ്ദേശിച്ചാൽ ഫേസ്, ന്യൂട്രൽ കൂടി എക്സ്ട്രാ കയറി വരുന്നത്. ഇതാണ് നോർമൽ ലെവലിൽ വരുന്ന സർക്യൂട്ടുകൾ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.